ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ 19ാം നൂറ്റാണ്ട് എന്ന മലയാളം മൂവിയാണ്. പണ്ടുള്ള കാലത്ത് നിലനിന്നിരുന്ന രാജവാഴ്ചയും ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് നികുതി പരിഷ്കാരങ്ങളെ പറ്റിയും പറയുന്ന ഒരു മൂവിയാണിത്. ഈ മൂവിന്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ പറഞ്ഞധികം ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് തിരുവിതാംകൂർ മഹാരാജാവിനെ കാണിക്കുന്നു. ഇപ്പൊ അദ്ദേഹം കൊട്ടാരത്തില് ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണ പെട്ടി കൊട്ടാരത്തിൽ കയറി ഒരു കള്ളൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. കൊട്ടാരത്തിൽ കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ കള്ളൻ എന്തുമാത്രം ധൈര്യക്കാരനായിരിക്കണം, അതാരാണെന്ന് വല്ല പിടുത്തുകൊണ്ടുവന്ന് ഈ സമയം രാജാവ് സേനാപതിയോട് ചോദിക്കുന്നു. ആ കള്ളനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുണ്ണിനെയാണ് ഞങ്ങൾക്ക് സംശയം. അങ്ങ് പറഞ്ഞല്ലേ കൊട്ടാരത്തിൽ കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള ധൈര്യം അവനെ ഉണ്ടാവുള്ളൂ. ഇതേസമയം കൊട്ടാരത്തിലേക്ക് രാജാവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വേലായുധം എന്ന് പറയുന്ന നമ്മുടെ നായകൻ എത്തുവാണ്. ഈ സമയം കാവൽപ്പടയുടെ തലവനായ നമ്പിയാണെങ്കിൽ നായകനെ അകത്തേക്ക് കടത്തിവിടാതെ തടയുന്നു. രാജാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ ഈ സമയം നമ്മുടെ നായകൻ നമ്പിയോട് പറയുകയാണ്. എന്നാലും നമ്പി കടത്തിവിടുന്നില്ല. ഈ സമയം രാജാവ് പറഞ്ഞിട്ട് ഒരാൾ പുറത്തേക്ക് വന്ന് നമ്പിയോട് നായകനെ അകത്തേക്ക് കടത്തിവിടാൻ പറയുന്നു. നമ്പി കടത്തിവിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ഷോ ഇറക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ നായകൻ അവനെ നോക്കി ഒരു ചിരിയും ചിരിച്ച് അയാളുടെ ഗുഡാക്കത്തേക്ക് പോവുകയാണ്. ഈ സമയം നമ്പിക്ക് നായകനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു. അങ്ങനെ നായകൻ രാജാവിന് മുമ്പിലേക്ക് എത്തുന്ന സമയം രാജാവ് നായകനോട് പറയുകയാണ്, നീ ഒരു വീരനാണെന്ന് എനിക്കറിയാം, അങ്ങനെയുള്ള നിന്റെ ഒരു സഹായം എനിക്കിപ്പോ ആവശ്യമുണ്ട്. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിലെ തിരുവാഭരണ പെട്ടി ഒരു കള്ളൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അത് ചെയ്തത് കൊച്ചുണ്ണിയാണെന്നാണ് എല്ലാരും പറയുന്നത്. സോ നീ കൊച്ചുണ്ണിനെ പിടികൂടി അവനെയും അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയ ആ തിരുവാഭരണ പെട്ടിയും ഇവിടെ എത്തിക്കണം. ഈ സമയം സഭയിലുള്ള ആൾക്കാരെല്ലാം അതിന് ഒബ്ജക്ഷൻ പറയാൻ തുടങ്ങുകയാണ്. ഇവനൊരു താഴ്ന്ന ജാതിയിലെ ആളല്ലേ, ആ തിരുവാഭരണ പെട്ടി ഇവൻ തൊട്ട് അശുദ്ധമായി പോകും. സോ അങ്ങനെയുള്ള ഇവന് ഈ ഒരു ദൗത്യം കൊടുക്കില്ലെന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നായകൻ രാജാവിനോട് പറയുവാണ്, അങ്ങനോട് ചെയ്യണമെന്ന് പറഞ്ഞാ പറയുന്ന പോലെ ഞാൻ ചെയ്യും. എന്ന് ഞാൻ തിരുവാഭരണ പെട്ടി തൊട്ടാ അത് അശുദ്ധമാവുമെന്ന് എല്ലാരും പറയുന്നു. അതുകൊണ്ട് ഇത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ അങ്ങിന്റെ പെർമിഷനോട് കൂടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്നും പറഞ്ഞ് നായകൻ അവിടെ നിന്ന് ഈ സമയം തിരിച്ചു പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള ഒരാണിനെയും പെണ്ണിനെയും ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ഒരു പോലീസുകാരൻ പൊതിരെ തല്ലുന്നതാണ്. ആണ് ചെയ്ത് തെറ്റാന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ മീശ വളർത്തി, പെണ്ണ് മാറി മറിച്ചു എന്നുള്ള കുറ്റത്തിനും. ഈ സമയം അവിടെ കൂടി ഒരു ഭരണാധികാരി ബോട്ടിൽ പോവാണ്. അയാൾ ഈ കാഴ്ച കണ്ടിട്ട് അടിക്കടിക്ക് നന്നായിട്ട് അടിക്ക്, നമ്മളൊക്കെ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഇവർക്കൊക്കെ ബ്രേക്ക് ചെയ്യാനാണോ എന്ന് ചോദിക്കുന്നു. ആക്ച്വലി ഇത് ഉയർന്ന ജാതിക്കാരുണ്ടാക്കി വെച്ച ഒരു സമ്പ്രദായമായിരുന്നു. മാറി മറക്കണമെങ്കിൽ അല്ലെങ്കിൽ മീശ വളർത്തണമെങ്കിൽ ഇതുപോലുള്ള താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാർക്ക് നികുതി അടയ്ക്കണമായിരുന്നു. എന്നാൽ ഉയർന്ന ജാതിക്കാർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ നികുതിയോ നികുതി പരിഷ്കാരങ്ങളോ റൂൾസോ ഒന്നും തന്നെയില്ല. അവർക്ക് എന്തു ആവാം, പാവപ്പെട്ട ഇതുപോലുള്ള താഴ്ന്ന ജാതിക്കാർ ചെയ്ത അത് കുറ്റം. അങ്ങനെ ഇപ്പൊ നാട്ടില് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളെല്ലാം മാറിമറിച്ച് ഇതിനെതിരെ പോരാടാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് ഇറങ്ങുവാണ്. നങ്ങേലി എന്ന് പറയുന്ന ഒരു പെണ്ണായിരുന്നു ആ ഗ്രൂപ്പിന്റെ ഹെഡ്. ഈ സമയം പ്രക്ഷോഭത്തിന് ഇറങ്ങി അവരെ അടിച്ചമർത്താൻ വേണ്ടി നമ്പി അയാളുടെ ആൾക്കാരുമായിട്ട് അവിടേക്ക് എത്തുന്നു. എന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങളൊക്കെ പ്രക്ഷോഭമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയത്, മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാഠം പഠിക്കുമെന്നും പറഞ്ഞ് അയാൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ നങ്ങേലിയും ഗ്യാങ്ങും ഒട്ടും പേടിക്കാതെ നിൽക്കുവാണ്. അതുപോലെ അവർ പറയുന്നു, മാറി മറിക്കാന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്, ആ ആവശ്യം ഞങ്ങൾ നിറവേറ്റും, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകില്ലാന്ന്. ഈ സമയം നമ്പി ദേഷ്യം കൊണ്ട് നങ്ങേലിന്റെ അടുത്തേക്ക് വന്ന് അവൾ മാറി മറിച്ചിരുന്ന ക്ലോത്ത് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചതിന് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഇവളുടെ തല വെട്ടാൻ പോവാണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ വാളെടുക്കുവാണ്. ഈ സമയമാണ് അവിടേക്ക് നമ്മുടെ നായകൻ വരുന്നത്. അങ്ങനെ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന നായകൻ അതിലിടപെടുന്നു. നങ്ങേലിന്റെ ഭാഗത്ത് നിന്ന് നമ്പീനെ നായകൻ എതിർക്കുവാണ്. ഇതിൽ നിനക്ക് ഇടപെടേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ പോവാൻ നോക്കുന്ന. ഈ സമയം നമ്പി നായകനോട് പറയുന്നുണ്ട്, ഇത് നാട്ടുകാരുടെ പ്രശ്നമല്ലേ, അപ്പൊ ഞാൻ അതിൽ ഇടപെടുമെന്ന് നായകൻ പറയുന്നു. അങ്ങനെ നമ്പീനെ അധികം തടഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ആ ക്ലോത്ത് എടുത്ത് നങ്ങേലിക്ക് അവൻ കൊടുക്കുവാണ്. അങ്ങനെ നങ്ങേലി വീണ്ടും മാറി മറിക്കുന്നു. ഈ സമയം ദേഷ്യം വന്ന നമ്പിയാണെങ്കിൽ എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാം, എന്നിട്ട് ആരാ ജയിക്കുന്നത് നോക്കാന്ന് നായകനെ വെല്ലുവിളിക്കുന്നു. അപ്പൊ നായകനും അതിനൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ അവിടെ വെച്ച് ഫൈറ്റ് ആവുകയാണ്. ആ ഫൈറ്റിനൊടുവില് നല്ല തല്ല് കൊടുത്ത് നമ്പീനെ നായകൻ തോൽപ്പിക്കുന്നു. എന്നിട്ട് തല്ലുകൊണ്ട് കിടക്കുന്ന അവനെ കുതിരപ്പുറത്ത് കയറ്റി നായകൻ വിടുവാണ് അവിടുന്ന്. ഈ സമയം നമ്പി ദേഷ്യത്തോടുകൂടി നായകനോട് പറയുകയാണ്, ഇതൊന്നിന്റെ ഒടുക്കമല്ല, എല്ലാത്തിനും തുടക്കമാണ്. സോ നീ ഒന്ന് കരുതിയിരുന്നോ, നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടുമെന്ന്. ഈ സമയം നായകൻ ഇടപെട്ട് ആ സ്ത്രീകളുടെ പ്രക്ഷോഭം വിജയാക്കി കൊടുത്തുകൊണ്ട് അവരൊരുപാട് സന്തോഷിക്കുന്നു. നായകനോട് നന്ദി പറയുന്നു. ഇപ്പൊ എല്ലാവരെയും മുമ്പിൽ വെച്ച് നായകൻ നമ്പീനെ നാണം കെടുത്തി വിട്ടുകൊണ്ട് ഇതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി അവൻ ചിലപ്പോൾ തിരിച്ചു വരും. സോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണമെന്നും പറഞ്ഞ് അവർക്കൊരു അലേർട്ട് കൊടുത്ത് നായകനോടൊന്ന് പോകുന്നു. അടുത്ത സീനിൽ തെരുവിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നു. നായകൻ നമ്പീനെ ഒരുപാട് തല്ലിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ സേനാപതി ഇപ്പം രാജാവിനെ അറിയിക്കുന്നു. അങ്ങ് ഉത്തരവ് തരുവാണെങ്കിൽ അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ജയിലിലാക്കും. ഇങ്ങനെ സേനാപതി പറയുന്ന സമയത്ത് കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണപ്പെട്ടി കാണാതായിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ അതിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. സോ നിങ്ങൾ ആദ്യം അതിലെന്തെങ്കിലും ചെയ്യുക, എന്നിട്ടും അത് ഇതുപോലുള്ള ബാക്കി കാര്യങ്ങളെന്ന് രാജാവ് ഇപ്പൊ അവരോട് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നങ്ങേലി ഇപ്പൊ ഫുഡുമായിട്ട് പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുന്ന അവളുടെ കാമുകന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവന്റെ അടുത്തേക്ക് എത്തിയിട്ട് നങ്ങേലി ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റിയല്ല അവനോട് ഷെയർ ചെയ്യുന്നു. കറക്റ്റ് ടൈമിന് വേലായുധം വന്നില്ലായിരുന്നെങ്കിൽ താനിപ്പോ ജീവനോടുകൂടി ഇരിക്കില്ലായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവള് സാവിത്രി എന്ന് പറയുന്ന അവളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു.
നങ്ങേലി ഒരു താഴ്ന്ന ജാതിക്കാരിയാണല്ലോ. എന്നാൽ അവളുടെ ഫ്രണ്ടായ സാവിത്രി ഒരു ഉയർന്ന ജാതിക്കാരിയായിരുന്നു. അവിടെയുള്ള വലിയൊരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു. നങ്ങേലി താഴ്ന്ന ജാതി ആയതുകൊണ്ട് തന്നെ സാവിത്രിന്റെ വീട്ടിലേക്ക് അവൾക്ക് പോകുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ സാവിത്രി ആരും കാണാതെ അവളെ വീട്ടിനകത്ത് കയറ്റുമായിരുന്നു. അങ്ങനെ ഇപ്പൊ അതേപോലെ ഇന്ന് സാവിത്രിന്റെ വീട്ടിലേക്ക് നങ്ങേലി എത്തുവാണ്. അങ്ങനെ ഇപ്പൊ റൂമില് സാവിത്രി നങ്ങേലിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പല്ലക്കിൽ ആ വീട്ടിലേക്ക് ഒരു കിളവൻ എത്തുന്നു. ആ ഗ്രാമത്തിലെ വലിയൊരു പണക്കാരനാണിത്. അത് മാത്രമല്ല ഒരു ഉയർന്ന ജാതിക്കാരനും കൂടിയാണ് ഇയാള്. ഇത്രയും പ്രായമുള്ള ഇയാള് ഒരു കല്യാണം കൂടി കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് സാവിത്രിനെ പെണ്ണി ചോദിച്ചു വന്നാണ് ഇയാള്. ഉയർന്ന ജാതിക്കാരനും വലിയ പണക്കാരനും ആയതുകൊണ്ട് സാവിത്രിന്റെ വീട്ടുകാര് ആ ബന്ധത്തിനൊക്കെ പറയുന്നു. എന്നാൽ സാവിത്രിക്ക് അയാളെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആ കാര്യം നങ്ങേലിനോട് പറയുന്നു. ഈ സമയം നങ്ങേലി ശരി അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള ചെക്കനെയാണ് നിനക്ക് ഇഷ്ടം എന്ന് നങ്ങേലി അവളോട് ചോദിക്കുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരു വീരനെ കല്യാണം കഴിക്കുള്ളൂ, നമ്മുടെ വേലായുധത്തിനെ പോലെ. അങ്ങനെ കുറെ നേരം സാവിത്രിയോട് വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷം നങ്ങേലി എവിടുന്ന് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം സാവിത്രി നങ്ങേലിക്ക് അവളുടെ കുറച്ച് ഡ്രസ്സുകളും ആഭരണങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നു. നങ്ങേലി ഇങ്ങനെ എപ്പോഴൊക്കെ വീട്ടിലേക്ക് വരുന്നോ അപ്പോഴെല്ലാം സമ്മാനം പോലെ സാവിത്രി അവളുടെ ഡ്രസ്സുകളും ആഭരണങ്ങളെല്ലാം ഇവൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അങ്ങനെ ഇത് ആരെയും കാണിക്കാതെ കൊണ്ടുകൊള്ളാനും അവൾ പറയുന്നുണ്ട്. ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളൊന്നും പകൽ സമയത്ത് അവൾ കിട്ടുകൊണ്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അവൾ അതെല്ലാം അണിഞ്ഞു നോക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനില് വേലായുധത്തിന്റെ ഫാമിലി കാണിക്കുവാണ്. അവന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവനൊരു ഭാര്യയും കുട്ടിയുണ്ട്. അങ്ങനെ ഇപ്പൊ ഭാര്യനോട് നായകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ അച്ഛനാണെങ്കിൽ ഒരുങ്ങി റെഡിയായി എവിടെയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഈ സമയം നായകൻ അച്ഛനോട് അച്ഛൻ എങ്ങോട്ടാ ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്നു. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് കഥകളി നടക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും അത് കാണാൻ പോവാണെന്നാണ് പറയുന്നത്. അച്ഛാ കഥകളി നടക്കുന്ന ആ സ്ഥലം അത് ഡേഞ്ചർ ആണ്, നമുക്ക് അവിടേക്ക് പോകാൻ അനുമതിയില്ല. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ ആരെങ്കിലും കണ്ട അത് വലിയ പ്രശ്നമാവുമെന്ന് നായകൻ പറയുന്നു. ഇല്ല മോനെ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് കണ്ടോളാം, ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ആ സീനോട് അടുത്ത സീനില് കഥകളി നടക്കുന്ന സ്ഥലം കാണിക്കുന്നു. നായകനോട് പറഞ്ഞ പോലെ തന്നെ നായകന്റെ അച്ഛനും ഫ്രണ്ട്സും ദൂരെ മാറിയിരുന്നാണ് കഥകളി കാണുന്നത്. എന്നാൽ അവിടേക്ക് വരുന്ന കുറച്ച് ആൾക്കാര് ഇത് കണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ആരാണ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന കഥകളി കാണാൻ വേണ്ടി പെർമിഷൻ തന്നതെന്നൊക്കെ ചോദിച്ച് അവര് വല്ലാതെ സീനാക്കുവാണ്. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക, ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പൊക്കൊള്ളാന്നും പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പൊ അവിടുത്തെ ഉയർന്ന ജാതിക്കാര് അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ, ഇതിന് പണിഷ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക്, ഇങ്ങനെല്ലാം പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നു. ഈ സമയം അവിടേക്ക് നായകൻ അവന്റെ ആൾക്കാർ എത്തുവാണ്. ദൂരെ നിന്ന് അവർ ഈ കഥകളി കണ്ടു എന്നുള്ളത് ഇത്ര വലിയ പ്രശ്നമാണോ, ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, അതുകൊണ്ട് അത് വിട്ടുകള, ഞാൻ ഇവരെ കൊണ്ടുപോകാണെന്നും പറഞ്ഞുകൊണ്ട് നായകൻ അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഉയർന്ന ജാതിക്കാര് അതിന് സമ്മതിക്കാതെ പ്രശ്നം ഉണ്ടാക്കുവാണ് വീണ്ടും. ഈ സമയം ദേഷ്യം വരുന്ന നായകൻ അവിടെ കഥകളി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇവിടെ കഥകളി കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇരട്ടി പണം തരാം, ഇനി നിങ്ങൾ എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനും വേണ്ടി കഥകളി ചെയ്താൽ മതിയെന്നും പറഞ്ഞ് പൈസ കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യത്തിലും നായകൻ ഉയർന്ന ജാതിക്കാർക്കെതിരെ നിന്നല്ലോ, അതുകൊണ്ട് തന്നെ വീണ്ടും അവർക്ക് നായകനോട് ദേഷ്യമാവുകയാണ്. അങ്ങനെ ആ സീനോട് അടുത്ത സീനിലെ സേനാപതിനെയാണ് കാണിക്കുന്നത്. അയാളിപ്പോ അയാളുടെ ആൾക്കാരെ വിട്ട് കൊച്ചുണ്ണീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കൊച്ചുണ്ണീനെ പിടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കൊച്ചുണ്ണീനെ പിടികൂടാൻ വേണ്ടി അവര് നാട്ടുകാർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നു. അതായത് കൊച്ചുണ്ണീനെ കാട്ടിക്കൊടുക്കുന്നവർക്ക് ഇത്ര രൂപ പാരിതോഷികം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഓഫർ കൊടുക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം ഒളിഞ്ഞു താമസിച്ചുകൊണ്ടിരുന്ന കൊച്ചുണ്ണി ആയുള്ള ആൾക്കാരും ഈ കാര്യങ്ങളെല്ലാം അറിയുവാണ്. ശരിക്കും കൊച്ചുണ്ണി തന്നെയായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ പെട്ടിയടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ കൊച്ചുണ്ണിന്റെ താവളത്തിലേക്ക് എത്തിക്കാനുള്ള ടൈം അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് ആ കൊട്ടാരത്തിന് വെളിയിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടില് അത് കുഴിച്ചിട്ടതായിട്ടാണ് കൊച്ചുണ്ണി ഇപ്പൊ അവന്റെ ഭാര്യനോടും ആൾക്കാരോടും പറയുന്നത്. എത്രയും വേഗം അത് അവിടെ നിന്ന് എടുക്കണം. ഇങ്ങനെയും കൊച്ചുണ്ണി ഈ സമയം പ്ലാൻ ചെയ്യുന്നു. അടുത്ത സീനിൽ വേലായത്തിന്റെ ഹെൽപ്പോട് കൂടി ആ ഗ്രാമത്തിലെ താഴ്ന്ന ജാതിക്കാര് ദൈവത്തിന് പൂജ ചെയ്യാൻ വേണ്ടി വരുന്നു. ഈ സമയം അവിടേക്ക് നമ്പിയ ആൾക്കാരും വന്ന് നിങ്ങൾക്കിത് ചെയ്യാനുള്ള അനുമതിയില്ല, അതിന് നികുതി കെട്ടണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ അതിനെതിരെ നായകൻ നിൽക്കുന്നുണ്ട്. നായകനെ നമ്പീന്റെ ആൾക്കാര് ബലം പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് അവിടുന്ന്. അങ്ങനെ കൊണ്ടുപോയി തടങ്കലിലിട്ട് അവിടെ വെച്ച് നമ്പി നായകനോടുള്ള പ്രതികാരം വീട്ടുന്നു. അതായത് നായകനെ ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുവാണ്. ഇതേ സമയം രാജാവിനെ കാണിക്കുന്നു. തിരുവാഭരണപ്പെട്ടി മോഷണം പോയിട്ട് ഇത്രയും നാളുകളായി, ഇതുവരെ അത് കണ്ടുപിടിക്കാൻ കഴിയാത്തോണ്ട് അത് തിരികെ കിട്ടാത്തോണ്ട് രാജാവ് ആകെ സങ്കടത്തിലായിരുന്നു. ആ സങ്കടം കൊണ്ട് ഇപ്പൊ അദ്ദേഹം മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാറില്ല, ആരോഗ്യം പോലും നോക്കാറില്ല. അങ്ങനെ ഇപ്പൊ ഇതുകൊണ്ടെല്ലാം ഒരുപാട് സങ്കടപ്പെടുന്ന റാണി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പരിചാരകരോട് പറയുവാണ് എത്രയും വേഗം തിരുവാഭരണപ്പെട്ടി നമുക്ക് തിരിച്ചു കിട്ടണം, അത് തിരികെ എത്തിക്കാൻ വേലായുധത്തിന് മാത്രമേ കഴിയുള്ളൂ. സോ എനിക്ക് അതിനെപ്പറ്റി അവനോട് സംസാരിക്കണം, അതുകൊണ്ട് എത്രയും വേഗം അവനോട് എന്നെ വന്ന് കാണാൻ പറയാൻ. ഈ സമയം പരിചാരകര് റാണിയോട് പറയുവാണ് നായകൻ ഇപ്പൊ തടങ്കില്ലാണെന്ന്. ഇത് കേട്ട് റാണി ആകെ ഷോക്കാവുന്നു. അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ റാണി നായകനെ റിലീസ് ചെയ്യാൻ ഉത്തരവിടുന്നു. ഇതേ സമയം നമ്പി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് കഥകളിന്റെ പ്രശ്നത്തില് നായകൻ മറ്റൊരു ഭരണാധികാരിയോട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ. അയാൾക്ക് നായകനോട് ദേഷ്യമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അയാളും കൂടി ഇപ്പത്തെ നായകന്റെ അവസ്ഥ കണ്ട് സന്തോഷത്തോടെ എന്ന് വിചാരിച്ചുകൊണ്ട് അയാളെയും കൂട്ടിക്കൊണ്ട് നായകൻ ഇട്ടിരിക്കുന്ന തടങ്കലിലേക്ക് എത്തുവാണ്. അപ്പോഴാണ് അവർ അറിയുന്നത് റാണി പറഞ്ഞിട്ട് നായകനെ റിലീസ് ചെയ്തുവെന്ന്. നല്ലൊരു ചാൻസ് ആയിരുന്നു, മിസ്സായല്ലോ എന്ന് ആലോചിച്ച് അവരാകെ സങ്കടപ്പെടുന്നു. അടുത്ത സീനിൽ വേലായുധം വന്ന് റാണിനെ മീറ്റ് ചെയ്യുന്നു. ഈ സമയം റാണി പറയുവാണ് ആ തിരുവാഭരണപ്പെട്ടി കിട്ടാത്തോണ്ട് രാജാവ് ആകെ സങ്കടത്തിലാണ്, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും വേഗം നീ
ഇത് കണ്ടെത്തി തരണം. അതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു പരിഹാരം. ഇത് കേൾക്കുന്ന നായകൻ ശരി റാണി, ഉത്തരവ് പോലെ ഞാനത് ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ നായകൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്. റാണി ഒരുപാട് സന്തോഷിക്കുന്നു. ശരി, ഇന്ന് ഞാനിനി പോയിക്കോട്ടേന്ന് ചോദിക്കുന്ന സമയത്ത് വേലായുധൻ ഇന്ന് കൊട്ടാരത്തിൽ വെച്ച് വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. സോ നീ അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്നും റാണി അവനോട് പറയുന്നു. ശരി, വന്നേക്കാന്നും പറഞ്ഞ് നായകൻ ഇപ്പൊ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അന്ന് ഈവനിങ് നടക്കുന്ന ആ ഫംഗ്ഷൻ കാണിക്കുവാണ്. റാണി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നായകനും ഇപ്പൊ അവിടേക്ക് എത്തുന്നു. ആ ഫംഗ്ഷനിൽ ഒരുപാട് നർത്തകിമാരുടെ കൂടെ സാവിത്രിയും ഡാൻസ് ഒക്കെ ചെയ്യുന്നു. ഇതേ സമയം കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുവാണെന്ന് അറിഞ്ഞിട്ട് അന്ന് തിരുവാഭരണപ്പെട്ടി കുഴിച്ചിട്ട് ആ സ്ഥലത്തേക്ക് കൊച്ചുണ്ണി എത്തുന്നു. ഈ സമയം എല്ലാവരും ആ ഫംഗ്ഷൻ തിരക്കിലായിരിക്കും. ആ ഒരു ഗ്യാപ്പ് മുതലാക്കി ആരും കാണാതെ അവിടുന്ന് ആ പെട്ടി അടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചാണ് കൊച്ചുണ്ണി വരുന്നത്. അങ്ങനെ അവിടെ എത്തി ആ പെട്ടി എടുത്തുകൊണ്ട് കൊച്ചുണ്ണി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് അവൻ അവിടുത്തെ പോലീസ് പടയുടെ മുമ്പിൽ പെട്ടുപോകുന്നു. അങ്ങനെ കൊച്ചുണ്ണീനെ തിരുവാഭരണപ്പെട്ടിയോടെ കൂടി കിട്ടുമ്പോൾ അവനാണെങ്കിൽ വെറുതെ വിടുവോ? ഒരിക്കലുമില്ല. അവനെ പിടിക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുവാണ്. അങ്ങനെ വലിയ ഫൈറ്റ് ഒക്കെ നടക്കുന്നു. ഈ സമയം ആ പോലീസ് ഹെഡിനോട് ഈ തിരുവാഭരണപ്പെട്ടി വിറ്റ കോടികൾ കിട്ടും, എന്നെ പിടിച്ചു കൊടുക്കാതെ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഇതിന്റെ പകുതി ഷെയർ നിനക്ക് തരാമെന്ന് കൊച്ചുണ്ണി അയാളുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു. കിട്ടാൻ പോകുന്ന വലിയ തുക ആഗ്രഹിച്ച് അയാൾ അതിനൊക്കെ പറയുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് റാണി കൊച്ചുണ്ണിനെ പിടിച്ച് ആ ആഭരണപ്പെട്ടി തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നായകനും ഗ്യാങ്ങും അയാളെ അന്വേഷിച്ച് അയാളുടെ ഗ്രാമത്തിലേക്ക് എത്തുവാണ്. എന്നാൽ അയാളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അയാൾ എവിടെയുണ്ടെന്ന് പറയാനോ അയാളെ കണ്ടുപിടിച്ചു കൊടുക്കാനോ നാട്ടുകാരും നായകന്റെ കൂടെ നിൽക്കുന്നില്ല. കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ആ നാട്ടുകാർക്ക് ദൈവത്തിനെ പോലെയായിരുന്നു. അങ്ങനെ നാട്ടുകാരെ ഹെൽപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയതും നായകൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നില്ല. കൊച്ചുണ്ണി തീർച്ചയായിട്ടും ഒളിവിലായിരിക്കും. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ നായകൻ വീണ്ടും അന്വേഷണം തുടങ്ങുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ നായകൻ കൊച്ചുണ്ണിന്റെ വൈഫിനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവരോട് ചോദിക്കുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാതെ കൊച്ചുണ്ണി എവിടെയുണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. ഇതേ സമയം കൊച്ചുണ്ണിയും പിന്നെ ആ പോലീസ് മേധാവിയും കൂടി ആ തിരുവാഭരണ പെട്ടി കൊണ്ട് ഒരു ബ്രിട്ടീഷ് രാജാവിന്റെ അടുത്തേക്ക് എത്തുവാണ്. അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് അതിനവരൊരു വിലയിലിടുന്നു. എന്നാൽ ഈ സമയം കറക്റ്റ് ആയിട്ട് ഈ സ്ഥലം കണ്ടെത്തി നമ്മുടെ നായകൻ അവിടേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പൊ അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കി കൊച്ചുണ്ണിനെ അറസ്റ്റ് ചെയ്ത് ആ ആഭരണപ്പെട്ടിയായിട്ട് നായകൻ നേരെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ തിരുവാഭരണപ്പെട്ടി തിരിച്ചു കിട്ടുന്നുണ്ട്. രാജാവ് റാണി ഒരുപാട് സന്തോഷിക്കുന്നു. ഇതേസമയം സേനാപതി ആണെങ്കിൽ ശരിക്കും ഒന്ന് ഭയക്കുവാണ്. ഇവൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് ഇനി സേനാപതിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി അവനെ ആ പൊസിഷനിലേക്ക് റീപ്ലേസ് ചെയ്യുമെന്ന് വിചാരിച്ച്. എന്തായാലും നായകൻ ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമല്ലേ? ചെയ്ത കാര്യത്തിനുള്ള പ്രതിഫലം എന്നുള്ള രീതിയിൽ രാജാവ് ഇപ്പൊ നായകന് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പൊ സഭയിലുള്ള ആൾക്കാര് രാജാവ് ഒരിക്കലും താഴ്ന്ന ജാതിക്കാരന് സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാൻ പാടില്ല, അത് മറ്റാരെങ്കിലും കയ്യിൽ കൊടുത്തു വിടാൻ പറയുന്നു. ഇത് കേൾക്കുന്ന രാജാവ് അവരുടെ വാക്കിന് വില കൊടുക്കുന്ന രീതിയിൽ സേനാപതി ഈ സ്വർണ്ണ നാണയങ്ങൾ വേലായത്തിന് കൊടുക്കാൻ പറയുവാണ്. ഈ സമയം സേനാപതി അത് വാങ്ങിയിട്ട് നായകന്റെ കൈ കൊടുക്കാതെ തറയിൽ വെച്ച് കൊടുക്കുന്നു. ഇത് നായകനെ അപമാനിക്കുന്നതല്ല നായകന് തോന്നുവാണ്. അങ്ങനെ നായകൻ സേനാപതിനെ നോക്കി ഈ സ്വർണ്ണ നാണയങ്ങൾ ആഗ്രഹിച്ചൊന്നുമല്ല ഞാൻ ഇത് ചെയ്തത്, രാജാവിനെ റാണിക്കും വേണ്ടിയാ. അതുകൊണ്ട് ഈ സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ വെച്ചോളാൻ പറഞ്ഞ് അയാൾക്ക് നല്ല രീതിയിൽ മറുപടി കൊടുത്ത് നായകൻ അവിടെ ഇറങ്ങുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നങ്ങേലിയാണെങ്കിൽ അവളുടെ ഫ്രണ്ടായ സാവിത്രിനെയും കൊണ്ട് നമ്മുടെ നായകന്റെ അടുത്തേക്ക് എത്തിയിരിക്കുവാണ്. ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ സാവിത്രിനെ ആ കിളവൻ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. ആ ബന്ധത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും മുടക്കി തരണമെന്നും പറഞ്ഞ് നായകനോട് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് സാവിത്രി ഇപ്പൊ നങ്ങേലിന്റെ കൂടെ അവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് വേലായുധം പറയുകയാണ്, ഓൾറെഡി ഉയർന്ന ജാതിക്കാർക്കെതിരെ പോരാടുവാന്നും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ നിറയെ പരാതികളാണ്, ഇനി ഇതിലും കൂടി ഞാൻ ഇടപെട്ടു എന്നറിഞ്ഞാൽ രാജാവിനും എന്നോട് ദേഷ്യമാവും, അത് വലിയ പ്രശ്നമാവും, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇത് കേൾക്കുന്ന സാവിത്രി ഒരുപാട് സങ്കടപ്പെടുന്നു. ശേഷം വേറെ നിവൃത്തിയില്ലാതെ അവൾക്ക് അയാളെ കല്യാണം കഴിക്കേണ്ടി വരുവാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് അന്ന് ആ കിളവൻ സാവിത്രിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ സാവിത്രി അയാളുടെ മേത്തേക്ക് വീഴുവാണ്. അങ്ങനെ സാവിത്രി മേത്തേക്ക് വീഴുന്ന സമയത്ത് അയാൾക്ക് അത്രയും പ്രായമുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ശ്വാസം കിട്ടാതാവുന്നു. ഇനി ഈ ശ്വാസം കിട്ടാതിരുന്ന അയാൾ മരിക്കുമെന്ന് അറിയുന്ന സമയത്ത് സാവിത്രി ആണെങ്കിൽ 2-3 പ്രാവശ്യം കൂടി അങ്ങനെ വീഴുന്നു. അങ്ങനെ ശ്വാസം മുട്ടി അയാൾ മരിക്കുന്നു. അങ്ങനെ സാവിത്രി അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ കൊട്ടാരത്തിന്റെ തടങ്കിൽ കിടക്കുന്ന കൊച്ചുണ്ണിനെ കാണിക്കുന്നു. അവിടുത്തെ പോലീസ് തലവൻ കൊച്ചുണ്ണിന്റെ ആളാണെന്നുള്ള കാര്യങ്ങളൊന്നും വേലായുധന് അറിയത്തില്ലായിരുന്നു. വേലായുധനൊന്നല്ല ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇപ്പൊ തടങ്കിൽ കിടക്കുന്ന കൊച്ചുണ്ണിനെ കാണാൻ വേണ്ടി പോലീസ് തലവൻ എത്തുവാണ്. ഈ സമയം കൊച്ചുണ്ണി അയാളോട് പറയുവാണ്, തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച വേലായുധനെ വെറുതെ വിടാൻ പാടില്ല, എനിക്ക് അവനെ തീർക്കണമെന്ന്. ഇത് കേൾക്കുന്ന പോലീസ് മേധാവി അതിനുവേണ്ട സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. ഇതേസമയം ഗ്രാമത്തിൽ വീണ്ടും പെണ്ണുങ്ങൾ വീണ്ടും മാറുമറയ്ക്കാൻ തുടങ്ങി, മൂക്കുത്തി ഇടാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന ജാതിക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. കുറെയൊക്കെ അവിടുത്തെ താഴ്ന്ന ജാതിക്കാര് സഹിച്ചു നിന്നു. എന്നാൽ വയ്യാതാവുന്ന സമയം അവരിത് നായകനെ വന്ന് അറിയിക്കുന്നു. വീണ്ടും ഉയർന്ന ജാതിക്കാര് ഒരു കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്നറിഞ്ഞതും നായകന് ദേഷ്യം വരുവാണ്. അന്നത്തെ പോലെ നിങ്ങൾ പ്രക്ഷോഭമായിട്ട് വീണ്ടും ഇറങ്ങണം, അമ്പലത്തിലെ ഉത്സവം വരാൻ പോവല്ലേ, അന്ന് നിങ്ങളെല്ലാം മൂക്കുത്തി ധരിച്ചു വന്ന് ഇതിനെതിരെ പോരാടണം, മുന്നിൽ ഞാനുണ്ടാവുമെന്ന് ഈ സമയം നായകൻ അവർക്ക് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ നായകൻ മുന്നിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് അവർ ഉത്സവത്തിന് അവിടേക്ക് വന്ന് അതിനെതിരെ പോരാടുവാണ്. ഈ സമയം നമ്പിയും അയാളുടെ ആൾക്കാരൊക്കെ വന്ന് വേലായുധനും ആൾക്കാർക്ക് എതിരെ പോരാടാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് വലിയ പ്രശ്നമാവുകയാണ്. അതിനൊടുവില് നമ്പി അവിടെ വെച്ച് നായകന്റെ അച്ഛനെ കൊല്ലുന്നു. ഇതും കൂടി ആവുന്ന സമയത്ത് വേലായുധന്റെയും നാട്ടുകാരുടെയും കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോകുന്നു. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം രാജാവ് അറിയുന്നു. നായകനോട് ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ ഉയർന്ന ജാതിക്കാര് എല്ലാ തെറ്റും നായകന്റെ ഭാഗത്താണെന്നുള്ള രീതിയിലാണ് രാജാവിനെ അറിയിക്കുന്നത്. സോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നായകന് മരണശിക്ഷ കൊടുക്കണം എന്നൊക്കെ അവർ പറയുന്ന സമയം റാണി പറയുവാണ്, എന്തൊക്കെയാണെങ്കിലും നായകൻ എന്താ പറയാനുള്ളത് എന്ന് കേൾക്കണമെന്ന്. അങ്ങനെ നായകനെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ട് നായകൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുവാണ് അവരോട്. അതിലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ നായകനെ കൊല്ലാൻ വേണ്ടി കൊച്ചുണ്ണിക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിന് കൊച്ചുണ്ണി ആൾക്കാരും കൂടി അവിടെ
നാട്ടിലേക്ക് എത്തിയ സമയം നായകൻ അവരെ വീണ്ടും നല്ല രീതിയിൽ പൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചുണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കൊണ്ട് നായകൻ സത്യങ്ങളെല്ലാം പറയിച്ചു. അതായത് തിരുവാഭരണ പെട്ടി മോഷ്ടിച്ച കൂട്ടത്തില് ആ പോലീസ് മേധാവിയും സഭയിലെ മന്ത്രിമാരടക്കം കുറെ ആൾക്കാരുണ്ടെന്ന്, അതായത് കുറെ ആൾക്കാരെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന്. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരും ചതിച്ചല്ലോ എന്ന് ആലോചിച്ച് രാജാവ് ഒരുപാട് സങ്കടപ്പെടുന്നു. എന്തായാലും ഇതിൽ പങ്കുള്ള എല്ലാവർക്കും തക്കതായ ശിക്ഷ കൊടുക്കും. അമ്പലത്തിലെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ഈ സമയം രാജാവ് പറയുവാണ്. അതുപോലെ കുറെ ആൾക്കാർക്കും കൂടി ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നായകൻ കണ്ടെത്തിയായിരുന്നല്ലോ. സോ ബാക്കിയുള്ളവരെയും കൂടി കണ്ടെത്തണമെന്നും രാജാവ് നായകനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നായകൻ അതിന് ശ്രമിക്കുന്ന സമയത്ത് അതിൽ പങ്കുള്ള ആൾക്കാരുടെ പേരെല്ലാം പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നമാവുന്നതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നായകനെ ഒതുക്കണം, അല്ലെങ്കിൽ നായകനെ തീർക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നു. ചതിയിലൂടെ മാത്രമേ നായകനെ പോലുള്ള ഒരു വീരനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിക്ക് വേണം അവനെ തീർക്കാനെന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് നായകനും ആൾക്കാരും ബിസി ആയിട്ടിരിക്കുന്ന സമയം നായകൻ ഇളനീരില് എന്തോ വേഷം കലർത്തി കൊടുത്ത് നായകനെ അവർ മയക്കുന്നു. ശേഷം അവർ നായകനെ കൊല്ലുവാണ്. അങ്ങനെ നായകൻ മരിച്ചു എന്നറിഞ്ഞതും നാട്ടിലെ ഉയർന്ന ജാതിക്കാർക്കെല്ലാം വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു. പ്രധാനമായിട്ടും നമ്പി അടക്കമുള്ള ആൾക്കാർക്ക്. ഇത്രയും നാളും നായകൻ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്കെല്ലാം ഒരു ധൈര്യമായിരുന്നു. ഇനിയിപ്പോ അവർക്ക് പേടിയായി തുടങ്ങും. സോ ഈ ഒരു അവസരം മുതലാക്കി അവരുടെ മേത്ത് കുതിര കയറാലോ എന്നാണ് ഉയർന്ന ജാതിക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ അവര് താഴ്ന്ന ജാതിക്കാരെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. പ്രധാനമായിട്ടും മാറുമറക്കൽ സമരത്തിനൊക്കെ മുന്നിട്ടിറങ്ങിയ നങ്ങേലിനെ പിടിച്ചുകെട്ടി അവരൊരുപാട് ഉപദ്രവിക്കുന്നു. ഇനി നീ അടക്കമുള്ള താഴ്ന്ന ജാതിക്കാരി പെണ്ണുങ്ങളൊന്നും മാറുമറയ്ക്കാൻ പാടില്ല. ഇനി മാറുമറയ്ക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിന് നികുതി കെട്ടണമെന്നും പറഞ്ഞ് അവളെ അവരൊരുപാട് തല്ലുകയൊക്കെ ചെയ്യുന്നു. ഈ സമയം എന്റെ മകളെ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് നങ്ങേലിന്റെ അച്ഛൻ അവിടേക്ക് ഓടിയെത്തുന്നു. അപ്പൊ ഉയർന്ന ജാതിക്കാർ അയാളെ ഉപദ്രവിക്കുകയാണ്. ഈ സമയം ഇത് കണ്ട് സങ്കടം തോന്നുന്ന നങ്ങേലി എന്റെ അച്ഛനൊന്നും ചെയ്യില്ലേ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴാണ് അച്ഛനെ അവര് വെറുതെ വിടുന്നത്. അതിനുശേഷം നങ്ങേലിന്റെ കെട്ടഴിച്ചു വിടുന്നു. ഇപ്പൊ നങ്ങേലി തോറ്റു പിന്മാറുന്ന രീതിയിൽ നികുതി അടച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നവർ വിചാരിച്ചു. എന്നാൽ നങ്ങേലി തോറ്റു കൊടുക്കുന്നില്ല. പ്രശ്നം അവിടെ ആളെ കത്തിക്കുന്ന രീതിയിൽ തന്നെ മാറ് മുറിച്ചു കളഞ്ഞ് അവൾ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ ഈ കാരണം കൊണ്ട് അവൾ മരിച്ചു വീഴുന്ന സമയം താഴ്ന്ന ജാതിക്കാരൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഉയർന്ന ജാതിക്കാർക്കെതിരെ തിരിയാൻ തുടങ്ങുന്നു. അങ്ങനെ യാതൊരു ഭയവുമില്ലാതെ താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാരുടെ നീച പ്രവൃത്തിക്കെതിരെ പോരാടുന്നു. അങ്ങനെ ഈ പ്രശ്നം കൊണ്ട് അവര് നാട് തന്നെ കത്തിക്കുന്നു. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം കൊട്ടാരത്തിലെ രാജാവ് അറിയുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നികുതി പരിഷ്കാരങ്ങളൊന്നും ഇനി വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് രാജാവ് ആ ചട്ടങ്ങളെല്ലാം എടുത്തു കളയുന്നു. അങ്ങനെ ആ നാട് ചേഞ്ച് ആയതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ദെൻ താങ്ക് യു സോ മച്ച്.